അപ്പത് വീട്ടിലെ മുരിങ്ങയിൽ നിന്ന് ഒരു മുരിങ്ങയ്ക്ക പറിച്ചതാണ്. വേണ്ടേ പൂവും ഇലയും എല്ലാം കൂടി ഒടിഞ്ഞ് താഴെ വീണു. എന്നിരുന്നാലും നമുക്കിവനെ ഒരു അടിപൊളി തോരനാക്കി മാറ്റാം. അതെ, നമ്മുടെ മുരിങ്ങയ്ക്ക നെടുകയങ്ങ് കീറിയെടുക്കാം. അതിനുശേഷം ഒരു സ്പൂണിട്ട് ഇവനെ നല്ലയങ്ങ് ചീകിയെടുക്കാം. അതെ, നമ്മൾ മുരിങ്ങയ്ക്കായുടെ അകത്തുനിന്ന് സ്പൂണിട്ട് ചീകിയെടുത്തത് ചെറുതായിട്ടൊന്ന് അരിയാം. ദേ, അപ്പോൾ ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അരമുറി തേങ്ങ ചിരവിയത്, 2 സവാള ചെറുതായി അരിഞ്ഞത്, അല്പം കറിവേപ്പില ചെറുതായി അരിഞ്ഞ്, കാന്താരി, ഒരു 2-3 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ദേ ചൂടായ കടായിലേക്ക് നമുക്ക് അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില, ചെറുതായി അരിഞ്ഞു വെച്ച കാന്താരി, ഇതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി പാതി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പീര കൂടി ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായി ഇളക്കുക. അപ്പോൾ ദേ നമ്മുടെ മസാല ഇതിൻ്റെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മുരിങ്ങയിലയും മുരിങ്ങത്തണ്ടും മുരിങ്ങപ്പൂവും എല്ലാം ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ മുരിങ്ങയിലത്തോരൻ തയ്യാറായിട്ടുണ്ട്. ഏറെ പോഷക ഗുണമുള്ള മുരിങ്ങയ്ക്കയും മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും ഒന്നും പാഴാക്കരുത്. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.